നമസ്കാരം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. ഓണക്കാലത്ത് നമുക്ക് ലഭിക്കേണ്ട പ്രത്യേക ആനുകൂല്യങ്ങൾ, ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ തുക സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ച് നൽകുന്നതിന് പകരം തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം കിടപ്പ് രോഗികൾ ഒഴികെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇനി ധനസഹായം എത്തുക. നിലവിൽ സഹകരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ട് തുക കൈകളിലേക്ക് സ്വീകരിക്കുന്നവർ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇക്കാര്യത്തിൽ സാവകാശമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓണക്കാലത്തും തുടർന്നു വരുന്ന മാസങ്ങളിലും ധനസഹായം മുൻപ് ലഭിച്ച പോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ വഴി കൈകളിൽ ലഭിച്ചവർക്ക് അങ്ങനെ തന്നെ ലഭിക്കും. അക്കൗണ്ടിൽ വാങ്ങുന്നവർക്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർ സർക്കാർ അറിയിപ്പ് വന്ന ശേഷം പതുക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതിയാകും. തുടർന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വിവരങ്ങൾ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിൽ സർക്കാർ പറയുന്നതനുസരിച്ച് ഏൽപ്പിക്കേണ്ടതായി വരും. ചിലപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്ന രൂപത്തിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. ഇവർക്ക് നിലവിൽ ധനസഹായം ലഭിക്കുന്ന അക്കൗണ്ട് വഴി തന്നെ പണം എത്തിച്ചേരും. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ പണം എത്തും. നിലവിൽ കൈകളിൽ വാങ്ങുന്നവർക്കാണ് പുതിയ അക്കൗണ്ട് ആവശ്യം വരിക. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അക്കൗണ്ട് ഉണ്ടാകും. അത് EKYC രേഖകളൊക്കെ സമർപ്പിച്ച് ആക്റ്റീവ് ആക്കി എടുക്കുക. അതോടൊപ്പം തന്നെ ATM കാർഡ്, ഗൂഗിൾ പേ തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷന് വേണ്ടി UPI പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വർക്കാവുന്ന രൂപത്തിലുള്ള ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓണത്തിന് മുൻപ് ഓഗസ്റ്റിലെ പെൻഷൻ തുക ലഭിക്കും. കൂടുതൽ ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും വന്നിട്ടില്ല. ഇക്കാര്യങ്ങളിലും വരും ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാകും. അതുപോലെ തന്നെ ഓണക്കാലത്തെ സ്പെഷ്യൽ കിറ്റുകൾ, AAY കാർഡുകൾക്കാണ് സൗജന്യ കിറ്റ്. മറ്റ് കാർഡുകൾക്ക് സപ്ലൈകോ വഴി കിറ്റുകളുണ്ട്. അതിന് പ്രത്യേക നിരക്കുകൾ കൊടുക്കേണ്ടി വരും. എന്നാൽ അതിൽ കൂടുതൽ തുകയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. 100 മുതൽ 500 രൂപ വരെയുള്ള അധികം ഉൽപ്പന്നങ്ങൾ ഇതിലുണ്ടാകും. അത്തം കിറ്റ്, അതുപോലെ തന്നെ ഉത്രാടം, തിരുവോണം എന്നിങ്ങനെ വിവിധ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി വാങ്ങുന്നതിന് ശ്രദ്ധിക്കുക. ഉത്രാടത്തിന് മുൻപ് വരെ റേഷൻ കടകൾ വഴി നമുക്ക് ഈ സൗജന്യ കിറ്റുകൾ വാങ്ങാൻ സാധിക്കും. 854 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് സൗജന്യ കിറ്റിൽ ഈ വർഷം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക്, അതായത് 9ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ, നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ, IIT, IIM പഠിക്കുന്നവർ, സർവകലാശാലയിൽ പഠിക്കുന്നവർ, MBBS കോഴ്സ് ചെയ്യുന്നവർ ഒട്ടേറെ പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വിവിധ കാറ്റഗറികൾ തിരിച്ച് പ്രത്യേകം സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഇങ്ങനെ വരുന്ന ആശാ സ്കോളർഷിപ്പുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 4 കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്ത ഉപകാരപ്രദമാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.